ഇതിന്റെ സുഹൃത്തുക്കളാണോ? കൂടെ പഠിക്കുന്നതാണോ അതോ ഇവിടെ വരുന്നേ? കളിക്കാനൊക്കെ നിങ്ങൾ ഒരുമിച്ചാണോ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? എവിടെ ഈ ഗ്രൗണ്ടിലാണോ കളിക്കുന്നത്? ഇത് നന്നായി കളിക്കുമായിരുന്നു. ഫുട്ബോൾ ആയിരുന്നു ഇഷ്ടം? ഫുട്ബോളൊക്കെ കിട്ടിയായിരുന്നു, അവന് സെലക്ഷൻ കിട്ടിയായിരുന്നു. അതിന്റെ ആ സന്തോഷത്തിൽ പോയവൻ സ്കൂളിൽ പോയി എല്ലാവർക്കും മുട്ടായി ഒക്കെ മേടിച്ചു കൊടുത്തിരുന്നു അല്ലേ? നല്ലോണം ഡിഫൻഡർ ആയിരുന്നു അല്ലേ? ശരി, നിങ്ങൾക്ക് വലിയ സൗഹൃദമായിരുന്നു അല്ലേ? എന്ത് പറഞ്ഞാലും ചെയ്തൊക്കെ ശരിയായിരുന്നു. ഇതിപ്പോ ശനിയാഴ്ചയാണ്, ശനിയാഴ്ചയൊക്കെ നിങ്ങൾ കളിക്കുന്ന ദിവസം അല്ലേ? മോന്റെ വീട് അടുത്താണ്? അല്ലല്ല, മൈനാപ്പള്ളിന്ന് വരുവാ. ഇങ്ങോട്ട് വരുവായിരുന്നു? ഞങ്ങളുടെ അച്ഛമ്മയുടെ വീട് ഇവിടെ. അപ്പൊ ഇവിടെ വരുമ്പോ അവനോട് കളിക്കും. അങ്ങനെ ഇടയ്ക്ക് വന്ന് മാത്രം കളിച്ചു അല്ലേ? അപ്പം അത്തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അത് ഇടയ്ക്ക് മാത്രം, അത് ഈ മോനെ സംബന്ധിച്ച് ഇടയ്ക്ക് മാത്രം ഇവിടെ എത്തുകയും അങ്ങനെ എത്തുമ്പോൾ ഇടയ്ക്ക് മാത്രം, ആഴ്ചകൾ ഒരിക്കലോ രണ്ടു തവണ കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ചോദിക്കുന്ന കാര്യമെല്ലാം ചെയ്തു തരുന്ന ഒരു ചേട്ടനായിരുന്നു എന്ന് പറയുമ്പോൾ മിഥുൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മബന്ധങ്ങൾ, ഇടപെടൽ കൊണ്ട് അവൻ്റെ ഈ പരിഗണന കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ആത്മബന്ധം വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുതന്നെയാണ്, അതുകൊണ്ടാണ് പല സ്ഥലത്തു നിന്നും ആളുകൾ ഒരു നോക്ക് ഏറ്റവും ഒടുവിൽ ആ മകനെ കാണാനായി ഇവിടെ എത്തി നിൽക്കുന്നത്. എത്രമാത്രം എങ്ങനെ ഇത് പറഞ്ഞ് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല. നോക്കൂ, ആഴ്ചയിൽ ഒരിക്കലല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം കഴിയുന്ന മനുഷ്യരോട് അത്രമാത്രം ആത്മബന്ധമുള്ള ഒരു മകൻ എങ്ങനെയാകും ആ കുടുംബത്തിന്, എങ്ങനെയായിരിക്കും അവൻ്റെ ഒരു സാന്നിധ്യം ആ കുടുംബത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ ചലനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിശ്ചലാവസ്ഥയിലാണ് ആ കുടുംബം. എല്ലാവരും അവനെ ഓർക്കുമ്പോൾ പറയുന്നത് സന്തോഷകരമായ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം ഓർക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവനില്ല, മിഥുനില്ല എന്നുള്ള ആ വലിയ വാസ്തവം അത് മനസ്സിലാക്കാൻ എത്ര സമയം അവർക്ക് എടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള വലിയ വിഷമകരമായ കാര്യങ്ങളുണ്ട്. ചേട്ടൻ ഇവിടെ നാട്ടുകാരനാണോ? നാട്ടുകാരാണ്. അതെ. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്താണ്. മിഥുനെയൊക്കെ അറിയാം? മിഥുനെ ആസ്പത്രി കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഷോക്കേറ്റ് വരുമ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാനും ഇവിടെ അടുത്തുള്ള ഒരു പെങ്കൊച്ചും കൂടെ. അത് വളരെ നിർഭാഗ്യകരമായൊരു സംഭവം എന്ന് തന്നെ പറയാം. ആ സമയത്ത് അറിഞ്ഞപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് അവിടെ കൊണ്ടുവരുന്നത്. അറിഞ്ഞു പോയതല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വേറെ ആവശ്യമായിട്ട് നിന്നതാണ്. അപ്പോൾ ഒരു പ്യൂണും 2 അധ്യാപകരാണെന്ന് തോന്നുന്നു, നമ്മുടെ പരിചയത്തിലുള്ളൊരു ഡ്രൈവറും. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഷാനവാസ് സാർ പറഞ്ഞു, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ഡോക്ടർമാർ CPR കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അറിയുന്ന ഞാൻ തൊട്ടടുത്താണ്. ഇടപെടുന്ന നല്ല പിള്ളേർക്കൊക്കെ ഒരു സഹായമായി നിൽക്കുന്നതും കുടുംബത്തിൻ്റെ അതിൻ്റെ പ്രായത്തിനൊക്കെ കുറേ മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു പയ്യനാണ്. പിന്നെ കുറേ സ്പോർട്സും ഇങ്ങനെ കുറേ ജീവിതത്തിൽ സജീവമായി നിന്നൊരു പയ്യനാണ്. ഒരു വെറും പാവം പിടിച്ച വീടെന്ന നിലയ്ക്ക് ഇവരുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. നോക്കൂ, എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മിഥുനെ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നത് പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പക്വതയിൽ നിന്ന് ആരോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ അതൊന്നും അവരെല്ലാവരും ഓർത്ത് പറയുന്നത് പരസഹായിയാണ്, പരോപകാരിയാണ്, നല്ലൊരു സുഹൃത്താണ്, മകനാണ്, നാട്ടുകാരനാണ് എന്നാണ് ആ 13 വയസ്സുകാരനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യരോടും ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെല്ലാം ആവർത്തിക്കുന്ന ഇതേ കഥകളാണ്. ഒന്നെങ്കിൽ അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ ഒപ്പം കളിച്ചത്, ആ കളിയിൽ അവരെ പരിഗണിച്ചത്, ഏതെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ആ പുഞ്ചിരിയുമായി, ആ ചിരിക്കുന്ന ആ മുഖം കാണുന്ന നമുക്ക് ആ ഫോട്ടോകൾ കാണാം, ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ പരിഗണിക്കാനെത്തിയത്. ഈ കഥകൾ അറിയാവുന്നവരാണ് എന്തായാലും ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഒരു നോക്ക് കാണും മിഥുനെ. ഒരുപക്ഷെ പലർക്കും മിഥുനെ മുൻപ് അറിയില്ലായിരുന്നു. അമ്മേ, ബന്ധുവാണോ? ബന്ധു മക്കളെ, ഞങ്ങളുടെ മരുമോട് അണ്ണൻ്റെ മോനെ എന്ന് ഞങ്ങൾ കണ്ടിരുന്നൊരു ഓമനക്കുട്ടനായിരുന്നേ. നിങ്ങൾ കഴിവിട്ട് പോയി മുന്നേ. ഓർക്കാൻ പോലും വയ്യേ. സ്കൂളിൽ പോയതാന്നേ. എന്റെ ദൈവമേ, ഇങ്ങനെ ആർക്കും വരുത്തല്ലേ.
ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. അതായത് നമുക്ക് ഈ മനുഷ്യരോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വാചാലരാകുന്നവരുണ്ട്, അപ്പം വാക്കുമുറിഞ്ഞിങ്ങനെ വല്ലാതെ വിലപിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഉള്ള ഓർമ്മകൾ അത് പല രീതിയിൽ ചിതറിയ ഓർമ്മകളാണ്. എന്നാൽ ദൃഢമായി എല്ലാ സമയവും കൂടെയുള്ള ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അമ്മയെ സംബന്ധിച്ച് അമ്മ ബന്ധുവാണ്. അമ്മയ്ക്ക് മകനെ അടുത്തറിയാം. അമ്മയുടെ വീടിന് മുന്നിൽ കൂടെയാണ് സ്കൂളിൽ പോകുന്നതാണ് അമ്മ പറയുന്നത്. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു കാണിക്കുന്ന, ഇടയ്ക്ക് സംസാരിക്കുന്ന മിഥുനെ ഓർത്താണ് അമ്മ വിലപിക്കുന്നത്. ആ വിലാപത്തിൽ ആ മകൻ നൽകിയ ആ ഒരു സ്നേഹം, സ്കൂളിലേക്ക് കടന്നു പോകും വഴി മകൻ നൽകിയ വാക്കുകൾ, ആ സ്നേഹം, ആ പുഞ്ചിരി, അതൊക്കെ ഓർത്തുകൊണ്ടാകും ഈ അമ്മ വിലപിക്കുന്നത്. ഒരു പക്ഷേ ഇനിയൊരു വാക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ ആ ഓർമ്മകളിലേക്ക് അമ്മ പോകുന്നുണ്ടാകും. എന്തായാലും ഇതുപോലെയാണ്. ഒന്ന് കണ്ടവർക്ക് ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു പുഞ്ചിരി എന്നോണം, അല്ലെങ്കിൽ ഒരു സാന്നിധ്യം എന്നോണം കണ്ടവർക്ക് ഇങ്ങനെയാണെങ്കിൽ, മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ എന്നും ഒരുമിച്ച് ജീവിക്കുന്ന, എന്നും ഒരുമിച്ച് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന മനുഷ്യർക്ക് എങ്ങനെയാകും ഇത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്തത്ര